ഇങ്ങനെ ഓരോ ആവശ്യത്തിനും ഓരോ കാർഡ് ഉണ്ടാക്കിയതല്ലാതെ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തോ ചേർക്കാതെയോ ഇയാൾ ഇന്ത്യൻ പൗരനാണ് എന്ന് പറഞ്ഞൊരു കാർഡ് ഉണ്ടാക്കിയില്ല. ഉണ്ടാക്കാൻ ഇപ്പോഴും ഇവർ സമ്മതിക്കില്ല. കാരണം ഇവരുടെ ഈ പാകിസ്ഥാനി ബംഗ്ലാദേശിയൊക്കെ പൊങ്ങി വരും അതിനകത്ത്. ഞാനും ചേട്ടനും അടക്കം കേരളത്തിൽ ജീവിക്കുന്നവരിൽ ഏറിയ പങ്കിലും കയ്യിൽ ആധാർ കാർഡുണ്ട്, വോട്ടർ ID കാർഡുണ്ട്, റേഷൻ കാർഡുണ്ട്, ചിലരുടെ കയ്യിലൊക്കെ പാസ്പോർട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളാരും കേരളീയർ ഇന്ത്യൻ പൗരന്മാരല്ല. അതായത് പൗരത്വം തെളിയിക്കാനുള്ള ഒരു രേഖയായിട്ട് ഇതിനെ ഒന്നും കണക്കാക്കുന്നില്ല. പാസ്പോർട്ടിന് അതിനെ അങ്ങനെ അംഗീകരിക്കുന്നില്ല. ഇതൊരു യാത്രാരേഖ മാത്രമാണെന്ന് കേന്ദ്ര സർക്കാർ അടുത്ത കാലത്ത് പറയുകയും ചെയ്തു. അപ്പോൾ പൗരത്വം തെളിയിക്കാൻ ഒരു ഏകീകൃത രേഖയില്ല എന്ന് പറഞ്ഞാൽ കേരളീയർ മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഇന്ത്യക്കാരല്ല എന്നാണോ പറയുന്നത്? ഇന്ത്യക്കാരല്ല എന്നല്ല, രേഖയില്ല എന്നാണ് പറയുന്നത്. പക്ഷെ മറ്റു രാജ്യങ്ങളിൽ അങ്ങനെ അല്ലല്ലോ. അല്ല, ഇവിടെ അങ്ങനെ ആക്കാൻ സമ്മതിക്കില്ല. ഇവിടെ അങ്ങനെ ആക്കാൻ ആർക്കും സമ്മതമില്ല. ഈ വലിയ നീട്ടിപ്പിടിച്ച വർത്താനം പറയുന്ന ഒറ്റ എണ്ണത്തിന് പൗരത്വരേഖ ഉണ്ടാക്കാൻ സമ്മതമല്ല. അതുകൊണ്ടാണ് ഹം കാഗസ് നെയ് ദിഖായെങ്കിൽ ഒരു വെള്ളം കാണിക്കില്ല എന്ന് പറഞ്ഞ് മുമ്പ് വെള്ളം വെച്ചതല്ലേ. പൗരത്വ ഭേദഗതി നിയമം വെച്ചപ്പോൾ തൊള്ള തുറന്ന് ഇവിടെ കിടന്ന് കച്ചറയുണ്ടാക്കിയ പട്ടികളുണ്ടല്ലോ, ചെറ്റകൾ, അവരാണ് സമാധാനം പറയേണ്ടത്. എന്തുകൊണ്ടാണ് ഒരു കാർഡില്ലാത്തത്? NCR, NPR ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് ഇവരെല്ലാം കൂടെ നാട് ജീവിക്കാൻ ഇറങ്ങിയതല്ല. നാഷണൽ സിറ്റിസൺഷിപ്പ് രജിസ്റ്റർ, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ, ഇതൊക്കെ ഒരു രാജ്യത്തിന് ആവശ്യമാണ്. ഇത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് തുടങ്ങിയ പ്രോസസ്സാണ്. അത് കഴിഞ്ഞ് ഈ ID കാർഡ് എന്നുള്ള സങ്കല്പം തന്നെ പിന്നീടാണ് എത്രയോ കാലം കഴിഞ്ഞാണ് വരുന്നത്. ആദ്യം റേഷൻ കാർഡുണ്ടായി. റേഷൻ കാർഡ് പൗരത്വരേഖയായിട്ട് കൂട്ടാൻ പറ്റുമോ? റേഷൻ കാർഡ് ആർക്കൊക്കെ കൊടുക്കുന്നു? തഹസീൽദാർ കൊടുക്കുന്നതാണ്. ഒരു വെരിഫിക്കേഷനും ഒന്നുമില്ല. ഞാൻ പാവമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പാർട്ടീഷൻ കഴിഞ്ഞ, വിഭജനം കഴിഞ്ഞ സമയത്തെ സിറ്റുവേഷൻ ആലോചിച്ച് നോക്കുക. ആരാണ് ഇന്ത്യൻ പൗരൻ, ആരാണ് പാകിസ്ഥാൻ പൗരൻ എന്ന് തീരുമാനിക്കാൻ സാധിച്ചിട്ടില്ല. ബംഗ്ലാദേശ് അതിർത്തിയിലും കഴിഞ്ഞിട്ടില്ല, പാകിസ്ഥാൻ പഞ്ചാബ് അതിർത്തിയിലും കഴിഞ്ഞിട്ടില്ല. അതിനൊരു തീർപ്പുണ്ടായാലല്ലേ ഒരു ഇത് രേഖ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതങ്ങനെ കിടന്നു. അന്നുണ്ടാക്കിയതാണ് നെഹ്റു ലിയാഖത്ത് അലി പാക്റ്റും മണ്ണാങ്കട്ടയൊക്കെ കഴിഞ്ഞ് ഉണ്ടാക്കിയതാണ് ഈ പൗരത്വ നിയമം. അതിൽ കൊണ്ടുവന്ന ഭേദഗതിയാണ് 2019 നരേന്ദ്രമോദി കൊണ്ടുവന്നത്. അതൊന്ന് റെഗുലറൈസ് ചെയ്യാൻ എല്ലാവർക്കും കൊടുക്കേ പറ്റില്ല. അപ്പോൾ ആർക്കും പൗരത്വരേഖ വേണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും പൗരത്വരേഖ വേണം. ഈ പൗരത്വരേഖ ഇല്ലാത്തതിൻ്റെ കുറ്റവും നരേന്ദ്രമോദിക്കാണ്. ഇത് കഴിഞ്ഞിട്ട് ഈ ഇലക്ഷൻ ID കാർഡ് എന്ന് പറയുന്നത് വരുന്നതെന്ന് 90കളിൽ എപ്പോഴുമാണ് ID കാർഡ് വരുന്നത്. അതുവരെ ID കാർഡില്ല, ഒരു കാർഡും ഇല്ലാതെയാണ് ഞാൻ പോയി വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. TG മോഹൻദാസ് 42, 49 എന്ന് പറഞ്ഞ് വിളിച്ചു പറയും. എല്ലാ ഏജൻറ്റുമാരും ടിക്ക് ചെയ്യും. മോഹൻദാസിനെ എല്ലാവർക്കും അറിയാം, 1-2 പേർക്ക് അറിയാനും പാടില്ല. മോഹൻദാസ് വോട്ട് ചെയ്തു. ഇതായിരുന്നു സമ്പ്രദായം. പിന്നീടാണ് ഇലക്ഷൻ ID കാർഡ് വന്നത്. അതിന് ശേഷമാണ് ഈ സാധനം വന്നത്, ആധാർ കാർഡ്. ആധാർ കാർഡ് വന്നത് വിവിധ കാര്യങ്ങൾക്ക്, ബാങ്കിങ് അത് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു സിംഗിൾ ഐഡൻറ്റിറ്റി കാർഡാക്കാം എന്ന് പറഞ്ഞിട്ടാണ് ആധാർ കാർഡ്. ഇൻകം ടാക്സ് സംബന്ധമായ ഡീലിങ്സിനും ഭണ്ഡാരത്തിനും ഒക്കെ ആയിട്ട് അവരൊരു കാർഡ് ഉണ്ടാക്കി. അതാണ് പാൻ കാർഡ്. ഇങ്ങനെ ഓരോ ആവശ്യത്തിനും ഓരോ കാർഡ് ഉണ്ടാക്കിയതല്ലാതെ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തോ ചേർക്കാതെയോ ഇയാൾ ഇന്ത്യൻ പൗരനാണ് എന്ന് പറഞ്ഞൊരു കാർഡ് ഉണ്ടാക്കിയില്ല. ഉണ്ടാക്കാൻ ഇപ്പോഴും ഇവർ സമ്മതിക്കില്ല. കാരണം ഇവരുടെ ഈ പാകിസ്ഥാനി ബംഗ്ലാദേശിയൊക്കെ പൊങ്ങി വരും അതിനകത്ത്. കാർഡ് ഉണ്ടാക്കാതിൻ്റെ കുറ്റം നരേന്ദ്രമോദിക്ക്. കാർഡ് ഉണ്ടാക്കാൻ ഇവന്മാർ സമ്മതിക്കുകയില്ല. ഒരെണ്ണം സമ്മതിക്കില്ല. കേരളത്തിലെ മാധ്യമങ്ങളെ ഒന്നടങ്കം ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇല്ല, എനിക്കൊരു പൗരത്വ കാർഡ് വേണം, നാഷണൽ സിറ്റിസൺഷിപ്പ് രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു രജിസ്റ്റർ വേണം, അതിലെൻ്റെ പേരെഴുതി വയ്ക്കണം, TG മോഹൻദാസ് 1939 പൗരനാണ് എന്നതിൽ ഉണ്ടാവണം എന്ന് ഇവർക്ക് ആഗ്രഹമുണ്ടോ? ഇല്ല. ഇവർക്ക് ഇപ്പോഴും കച്ചറ ഉണ്ടാക്കണമെന്നേ ആഗ്രഹമുള്ളൂ. ആ താടിവാല രാജഗോപാൽ എന്ന് പറയുന്ന സാമദ്രോഹി ഇളക്കി വിട്ടതല്ലേ ഈ സംഭവം. 30 കൊല്ലം ബംഗാളിലുണ്ടായിരുന്നു. എന്താ അവന് ഇലക്ഷൻ ID കാർഡ് ഇല്ലാത്തത്? മമതാ ബാനർജി വാരിക്കോരി സകലവർക്കും കൊടുക്കുമായിരുന്നല്ലോ ഇലക്ഷൻ ID കാർഡ്. ഈ കക്ഷിക്ക് കൊടുക്കാഞ്ഞത് എന്താ? ഇയാൾ എവിടുത്തെ തമ്പുരാനാണ് ഇയാളെ പിടിച്ച് ഇമ്മീഡിയറ്റ് അകത്തിടണം, അല്ലെങ്കിൽ ഡീപ്പോർട്ട് ചെയ്യണം അമേരിക്കയിലേക്ക്. സംശുദ്ധ രാജ്യദ്രോഹി വൃത്തികെട്ടവനാണ് ഇവനൊക്കെ. അവൻ ഇത്ര 30-32 വർഷം അവൻ ബംഗാളിലെ ടെലഗ്രാഫിൻ്റെ മറ്റിടത്തെ ഇതായിരുന്നു എഡിറ്റർ. അങ്ങനെ ഇരുന്ന മനുഷ്യൻ
ഇതുവരെ ഇലക്ഷൻ ഐ ഡി കാർഡ് ഇല്ലെങ്കിൽ അയാൾ കള്ളനാണെന്നല്ല അതിനർത്ഥം. എന്നിട്ട് അതില്ലാതെ അയാൾക്ക് പാസ്പോർട്ട് നിഷേധിക്കും. നിങ്ങൾ ഇതുപോലത്തെ കൃത്രിമം കാണിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്പോർട്ട് നിഷേധിക്കും. അപ്പോൾ പാസ്പോർട്ട് പൗരത്വരേഖയല്ല അല്ല. സിനിജി ചരിത്രം പുറകോട്ട് എത്ര പോകും. നമ്മുടെ ഒരു പൊളിറ്റിക്കൽ യൂണിറ്റ് ആകുന്നത് 1947 ഓഗസ്റ്റ് 15-നാണ്. ആ സമയത്തെ കൺഫ്യൂഷൻ ആലോചിച്ച് നോക്ക്. മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ ഭാരതത്തിനൊരു പാസ്പോർട്ട് വേണം. എന്നാൽ ആ പാസ്പോർട്ട് നമ്മുടെ പൗരത്വ രേഖയായിട്ട് കണക്കാക്കിയാൽ ആരൊക്കെ ഏതൊക്കെ അനധികൃത പൗരന്മാർ നമ്മുടെ നാട്ടുകാരായിട്ട് മാറും നമുക്കറിയില്ല. ആരൊക്കെ ഇവിടെ ഉള്ളതെന്ന് നമുക്കറിയില്ല. പാകിസ്ഥാനായിട്ട് വിഭജിച്ചു. അതുകൂടാതെ ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ അവർ പോയിട്ടില്ല, അവർ പോണ്ടിച്ചേരി കിടക്കുക. പോർച്ചുഗീസുകാർ അവർ ഗോവയിൽ കിടക്കുക. ഇല്ലേ? അതെ. ബ്രിട്ടീഷുകാരാണ് ആദ്യം പോയി തുടങ്ങിയത്. ബാക്കി കച്ചറകളൊന്നും പോയിട്ടില്ല. അവരൊക്കെ പിന്നീടില്ലേ 1961 പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ഗോവ മോചിപ്പിക്കുമ്പോൾ. ഈ ചരിത്രമൊക്കെ നിൽക്കുമ്പോഴാണ് ഓഹോ ഭാരതീയനാണെന്ന് തെളിയിക്കാനുള്ളൊരു രേഖ എൻ്റെ കയ്യിലില്ല. ഇല്ല കഴുത വേണം എന്ന് പറഞ്ഞുകൊണ്ട് അമിത്ഷാ നിൻ്റെയൊക്കെ പിന്നാലെ നടന്നു. നീ തിരിഞ്ഞു നോക്കിയില്ല. അന്ന് എന്തായിരുന്നു മൂപ്പിക്കൽ? പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ ഈ നാട്ടിൽ എന്തായിരുന്നു ബഹളം? മുസ്ലിങ്ങളെ എല്ലാം വണ്ടി കയറ്റി പുറത്തേക്ക് വിടാൻ പോവാണ്, കപ്പലിൽ കയറ്റി വിടാൻ പോവാണ്. അതൊന്നും ആയിരുന്നില്ല. ഈ പൗരത്വം റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ഏത് നമ്മളുടെ പാർട്ടീഷൻ്റെ കാലത്ത് മുതൽ സംഭവിച്ച കാര്യങ്ങൾ റെഗുലറൈസ് ചെയ്യാൻ ശ്രമിച്ചതാണ്. അതിന് ഇല്ലാത്ത വഴക്ക് മുഴുവൻ ഉണ്ടാക്കി അതിന് നേതൃത്വം കൊടുത്ത കക്ഷിയാണ് ഇപ്പോൾ എനിക്ക് പാസ്പോർട്ട് തന്നില്ല എന്ന് പറഞ്ഞ് കരയുന്നത്. കൊടുക്കരുത് ഇവന് പാസ്പോർട്ട്, ഇവനെ പിടിച്ചകത്തിടണം. ഇവനെ പറ്റി മലയാളികൾ ശരിക്കും അറിഞ്ഞുകൂടാ. ഈ രാജഗോപാലിനെ പറ്റി അവൻ ഒരു ഗതിയും പരഗതിയും ഇല്ലാതായപ്പോഴാണ് കേരളത്തിൽ വന്ന് ഷൈൻ ചെയ്യാൻ തുടങ്ങിയത്. അതിനു മുമ്പ് കൂത്തിത്തിരിപ്പും കോടാലിയുമായിട്ട് ടെലിഗ്രാഫിൽ കൽക്കട്ടയിൽ കഴിയായിരുന്നു. അത് കഴിഞ്ഞ് ഡൽഹിയിൽ വന്നു. ഇവൻ്റെ അളിയന്മാർ കുറേ എഡിറ്റേഴ്സ് ഗിൽഡ് എന്ന് പറഞ്ഞ് സൂപ്പർ കള്ളന്മാരുണ്ട്. അവരുടെ സപ്പോർട്ടിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവനെയൊക്കെ പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞാൽ ഇന്ത്യ പകുതി ക്ലീനാവും. സാമദ്രോഹികൾ. ജന്മം കൊണ്ട് പൗരത്വം കേൾക്കണം, അല്ലെങ്കിൽ പിന്തുടർച്ച വഴിയുള്ള പൗരത്വം കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതിക്ക് ഇത്തരം അവകാശവാദങ്ങൾ ശരിയല്ലെന്നല്ലേ ഇവർ പറയുന്നത്? അല്ലെ, ഇത് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സമ്മതിക്കുന്ന ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ തലകുത്തി നിന്നിട്ടോ എന്തെങ്കിലും ചെയ്ത് ഈ പൗരനാണെന്നുള്ളതിന് ഒരു എൻക്വയറി നടത്താൻ ഇവർ സമ്മതിക്കുമോ? വീട്ടിൽ വന്ന് നിങ്ങൾ ആരാണ് നിങ്ങളുടെ അച്ഛൻ? ഞാൻ പറയില്ല. എന്തു ചെയ്യും? ഞാൻ ആരാണെന്ന് ഞാൻ പറയില്ല. എനിക്ക് പൗരത്വം കിട്ടുകയും വേണം. നടക്കുന്ന കേസല്ല ഇതിങ്ങനെ. പണ്ട് മുതലേ ഇങ്ങനെ കണ്ടവനൊക്കെ കടവിറങ്ങിയിട്ട് അങ്ങനെയാണ് നമ്മുടെ രാജ്യം അടിമയായിട്ട് മാറിയത്. നമ്മുടെ രാജ്യം ഭരിക്കാത്ത വേറെ ഏതെങ്കിലും ശക്തികൾ ലോകത്തിലുണ്ടോ? ഇല്ലേ? മുഗളന്മാർ, യവനന്മാർ, ഈ പറഞ്ഞ ഡച്ചുകാർ, പോർച്ചുഗീസുകാർ, ഇംഗ്ലീഷുകാർ. ഇത് എന്തോന്നിത്? ഇതൊക്കെ ഈ പണ്ടറക്കാലന്മാരെ ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോൾ അവനവൻ്റെ ആൾക്കാർ പാരവയ്ക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഒരു കാര്യം ഈ രാജ്യത്ത് നേരെ ചെയ്യാൻ അവർ സമ്മതിക്കില്ല. വോട്ടർ പട്ടികയിൽ പേരില്ല. 30 വർഷം അവൻ താമസിക്കുന്നു കൽക്കട്ടയിൽ. വോട്ടർ പട്ടികയിൽ പേരില്ല. നമുക്കിപ്പോൾ ആധാർ കാർഡ് കിട്ടിയിട്ടുണ്ട്, റേഷൻ കാർഡുണ്ട്, അല്ലെങ്കിൽ വോട്ടർ ഐ ഡി കാർഡുണ്ട്, ഇനി ഇപ്പുറത്തേക്ക് പോയ പാസ്പോർട്ടുണ്ട്. ഇത് 10-12 വർഷമായിട്ട് ഇത് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ച് ഇപ്പോൾ എന്താ അംഗീകരിക്കാത്ത? കേന്ദ്ര സർക്കാർ കള്ളക്കളി. അത് പൗരത്വ രേഖയായിട്ട് അംഗീകരിക്കില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. പാസ്പോർട്ടായിട്ട് അംഗീകരിക്കും, യാത്രാരേഖയായിട്ട് അംഗീകരിക്കും. പക്ഷേ അത് പൗരത്വ രേഖയായിട്ട് അംഗീകരിക്കില്ല. കാരണം അത് പൗരത്വത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല, യാത്ര ചെയ്യാൻ ഉണ്ടാക്കിയതാണ്. റേഷൻ കാർഡ് റേഷൻ മേടിക്കാൻ ഉണ്ടാക്കിയതാണ്, പൗരത്വത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല. ആധാർ കാർഡും പൗരത്വത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല. പാൻ കാർഡ് പൗരത്വത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല. പൗരത്വത്തിന് വേണ്ടി കാർഡ് ഉണ്ടാക്കുന്നത് NCR ആണ്, NPR ആണ്, നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺഷിപ്പ്. ഇതാണ്. ആ സാധനം ഉണ്ടാക്കാൻ നിങ്ങൾ സമ്മതിക്കുകയുമില്ല. പാകിസ്ഥാൻ വരെ ഉണ്ട്, സകല രാജ്യങ്ങൾക്കും ഉണ്ട്. ഇവിടെ ഉണ്ടാക്കാൻ സമ്മതിക്കാത്തത് ഇവരാണ്. എന്നിട്ടും ഞാൻ ഉണ്ടാക്കുമെന്ന് ഇയാൾ അമിത്ഷാ പ്രസംഗിച്ചു. അതിന് അമിത്ഷാ കേട്ട ചീത്തയ്ക്ക് കൈ കണക്കുമില്ല. ഇപ്പോഴും പുള്ളി ഹോൾഡ് ചെയ്യുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ കാർഡ് ഉണ്ടാക്കും. NRC കൊണ്ടുവരും, NPR കൊണ്ടുവരും. ആത്യന്തികമായിട്ട് ഇവരുടെ എതിർപ്പിൻ്റെ പ്രശ്നം എണ്ണം വരും. ഇതിനകത്ത് ഇവിടെ കളിക്കുന്ന വിദേശികളൊക്കെ പുറത്തു പോകേണ്ടി വരും. കുറഞ്ഞ പക്ഷം അവർ വിദേശികളാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഞാൻ പറയട്ടെ, ഹിന്ദു പത്രത്തിൻ്റെ
ചീഫ് എഡിറ്റർ ആകാൻ പോയ യോഗ്യൻ സിദ്ധാർത്ഥ വരദരാജൻ. അയാളെ സിനിജി നേരിട്ട് കണ്ടിട്ടുണ്ടോ? അയാളെ കണ്ടാൽ ഇന്ത്യൻ അല്ല എന്നാരും പറയില്ല, പക്ഷേ അയാൾ ഇന്ത്യൻ അല്ല. അയാളുടെ പേര് സിദ്ധാർത്ഥ വരദരാജൻ എന്നാണ്. ഒരു തമിഴനാണെന്നല്ലേ ആരായാലും വിചാരിക്കും. അതെ, കാഴ്ചയിലും അങ്ങനെ ഇരിക്കുന്നത്. ആ മഹാഭാവി ഇന്ത്യൻ അല്ല, ആ അമേരിക്കൻ സിറ്റിസണാണ്. അമേരിക്കനോ ഫ്രാൻസോ എനിക്കറിയില്ല. ഇത് ഇങ്ങനെ ഹിന്ദുവിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് അപ്പോയിൻ്റ് ചെയ്തു. അത് കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെട്ടു, വാർത്ത വന്നു. ഇങ്ങനെ ഇന്ത്യൻ സിറ്റിസൺ അല്ല. കാരണം ഇപ്പോഴും ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഇന്ത്യൻ പത്രത്തിൻ്റെ ചീഫ് എഡിറ്റർ ആവുന്നത് ഇന്ത്യക്കാരനായിരിക്കണം. പത്രത്തിൽ മറ്റാർക്കെങ്കിലും ഫോറിൻ കമ്പനിക്ക് ഷെയർ ഉണ്ടാവുകയോ അങ്ങനെയൊക്കെ ചെയ്തെന്ന് വരാം, പക്ഷേ പത്രാധിപരായിട്ടിരിക്കണമെങ്കിൽ ഇന്ത്യക്കാരൻ വേണം. അങ്ങനെ എടുത്തതിൻ്റെ രണ്ടാം പക്കം മറ്റോ സിദ്ധാർത്ഥ രാജിവെക്കേണ്ടി വന്നു അവിടുന്ന്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇയാൾ ഇന്ത്യക്കാരനല്ല. ഐ ഹാവ് സീൻ ഹിം. മെറ്റിം എന്ന് പറയാൻ പാടില്ല, കാരണം ഞങ്ങൾ തമ്മിൽ യാതൊരു പരിചയവുമില്ല. പക്ഷേ അയാൾ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊന്നും ഇയാൾ വിദേശിയാണെന്ന് എനിക്കറിയില്ല. ഇതൊക്കെയാണ് ഈ രാജഗോപാലിനെ തപ്പിപ്പിടിച്ച് രണ്ടിടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ ബർമാക്കാരനല്ലോ ആയിരിക്കും. കാരണം ഇവരൊക്കെ എവിടുത്തെ പാസ്പോർട്ടാണ് എടുത്തിരിക്കുന്നത്, എന്തൊക്കെ കളകളിയാണെന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ അത് വീണ്ടും പരിശോധിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് ബംഗാളിലെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ്. ഈ മമതയുടെ കാലത്ത് വേണമെങ്കിൽ ഇയാൾക്ക് ഈ രേഖകളൊക്കെ സംഘടിപ്പിക്കാമായിരുന്നില്ല, എന്തുകൊണ്ട് ചെയ്തില്ല? സംഘടിപ്പിക്കേണ്ട, ഇയാൾ ചാരി കിടന്നാൽ മതി, അവിടെ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. ഈ എടുക്കുകയില്ല എന്ന്. അതല്ലേ ഹം കാഗസ് നെയ് ദിഖായ്. എനിക്ക് ഒരു കടലാസും ഒരു രേഖയൊന്നും എനിക്ക് ആവശ്യമില്ല. അതൊക്കെ ആവശ്യമുള്ളത് ആ സിനിജിക്കോ മോഹൻദാസിനും ഒക്കെ കൊടുത്തരുന്നവരുണ്ടോ, ചുമ്മാ കച്ചറകൾ. ഇതാണ് ഇവരുടെ സെൻസ് ഓഫ് എൻറ്റൈറ്റിൽമെൻ്റ് ഉണ്ടല്ലോ, ഭീകരമാണ് ഇത്തരം പാർട്ടികളുടെ. അവരുടെ ധാർഷ്ട്യം കണ്ടിട്ടുണ്ടോ? അവരാണ് ഈ രാജ്യത്തിൻ്റെ ഉടമസ്ഥന്മാരെന്നുള്ള മട്ടിൽ സംസാരിക്കും, നമ്മളെ ഉത്ബോധിപ്പിക്കും. കാവളം മടലിനെ അട്ടിക്കേണ്ടതാണ് ഓടിച്ചിട്ട് ഇവരെയൊക്കെ കൊണ്ടു കിടക്കുന്ന മാധ്യമങ്ങളെ കടലാവണക്കമ്പത്തിനും അടിക്കണം. രാജഗോപാലിന് പൗരത്വ പാസ്പോർട്ട് കിട്ടിയില്ല. എത്രയോ പേര് പാസ്പോർട്ട് കിട്ടാത്തവരുണ്ടെന്നറിയാമോ? സിനിജി ഹൈക്കോടതിയിലേക്ക് വാ, ഞാൻ കാണിച്ചു തരാം. എത്ര ഹർജികളാണ് പാസ്പോർട്ട്, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പാസ്പോർട്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു, എന്തോ പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ അത് ഹൈക്കോടതിയാണ് പാസ്പോർട്ട്. വേറെ ആർക്കും ഒരു നിർദ്ദേശം പാസ്പോർട്ട് ഓഫീസിൽ കൊടുക്കാൻ പറ്റില്ല. ഈ കാര്യം പരിഗണിക്കേണ്ട, പാസ്പോർട്ട് കൊടുത്തേക്ക് എന്ന് പറയണമെങ്കിൽ ഹൈക്കോടതി പറയണം. സിനിജി എന്ന് എഴുതിയതിന് JI എന്ന് പകരം GI എന്ന് എഴുതിപ്പോയെന്ന് വെച്ചോ, കഴിഞ്ഞേ ഇവര് പാസ്പോർട്ട് കിട്ടില്ല. ഇത് തിരുത്തി കഴിഞ്ഞാൽ പിന്നെ ഇത് ആരിത് സർട്ടിഫൈ ചെയ്യും? ഇതിൻ്റെ ഒരു ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ്. ഇത്ര പരാതികളാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഓരോ ദിവസവും തീർപ്പാക്കുന്നത്. അപ്പോൾ രാജഗോപാൽ മാത്രമല്ല, ഒരുപാട് പേർക്ക് പാസ്പോർട്ട് കിട്ടാത്തത് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ID കാർഡ്, ഇലക്ഷൻ ID കാർഡ് കിട്ടാത്തവരുണ്ട്, റേഷൻ കാർഡ് കിട്ടാത്തവരുണ്ട്, ആധാർ കിട്ടാത്തവരുണ്ട്, പാൻ കാർഡിൻ്റെ വാല് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ലെന്ന്. 140 കോടി ജനമുള്ളതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ട് നടക്കില്ലേ? അത്രയേ ഉള്ളൂ രാജഗോപാലിൻ്റെയും പ്രശ്നം. അതങ്ങ് മുഴിപ്പിച്ച് അങ്ങനെ ഇപ്പോൾ ഷൈൻ ചെയ്യേണ്ട. എൻ്റെ അഭിപ്രായത്തിൽ കൊടുക്കരുത്. അങ്ങനെ നടത്തിച്ച് സത്യം പറഞ്ഞാൽ കേരളത്തിലെ ഏതെങ്കിലും വില്ലേജ് ഓഫീസറെ ഏൽപ്പിക്കുക, ഇയാൾക്കൊരു കടലാസ് കൊടുക്കണം കേട്ടോ എന്ന്. ഈ ജന്മം നടന്ന് പണ്ടാരടങ്ങുന്നതല്ലാതെ ആക്കി കടലാസ് കിട്ടില്ല. അതിനുള്ള പണി നമ്മുടെ ബ്യൂറോക്രസിക്ക് അറിയാം. ഇപ്പം പൗരത്വം എന്ന് പറയുന്നത് അത്ര ചെറുതല്ലാന്ന് ഇപ്പോൾ ഇവർക്ക് മനസ്സിലായി തുടങ്ങിയോ? മനസ്സിലാവട്ടെ, കുറച്ചായിട്ടെങ്കിലും മനസ്സിലാവട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.